ഗുഡ് ആഫ്റ്റർനൂൺ. 7ാം ക്ലാസ്സിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിൻ്റെ 3ാമത്തെ പാർട്ട്, അതായത് എ റോബോട്ട് വിത്ത് എ വൈറസ്, ആ ചാപ്റ്ററിൻ്റെ 3ാമത്തെ ഭാഗമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നോക്കാം. ഫാദർ, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദി തിങ്സ് ഇറ്റ് ക്യാൻ ഡു. അപ്പോൾ അച്ഛൻ പറയാൻ എന്താ, റോബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വളരെ വണ്ടർഫുള്ളായിട്ടുള്ള, വളരെ അതിശയകരമായിട്ടുള്ളൊരു ഡിവൈസാണ്. നീ നോക്കൂ എന്തൊക്കെ കാര്യങ്ങളാണ് അത് ചെയ്യുന്നത് എന്ന് നോക്കൂ എന്ന് റിക്കിയോട് പറഞ്ഞു. അവർ തമ്മിലൊരു വലിയൊരു ചൂടുള്ളൊരു തർക്കം നടക്കുകയാണ് അച്ഛനും മകനുമായിട്ട്. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ, ഹീസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് റിക്കി പറഞ്ഞു. അവനെന്താണ്, ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്. ഹാം എന്ന് വെച്ചാൽ എന്താണ്, ദോഷം എന്ന് റിക്കി പറഞ്ഞു. അപ്പോൾ ഫാദർ പറയാണ്, യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. അപ്പോൾ എന്താ, നീ പറയുന്ന തെറ്റാണ്, നിനക്കറിയില്ല എങ്ങനെയാണ് ഒരു റോബോട്ട് വർക്ക് ചെയ്യുന്നതെന്ന് നിനക്ക് മനസ്സിലാവില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ റിക്കി വീണ്ടും പറയണം, ഐ കാൻ എഗ്രി വിത്ത് യു, എനിക്ക് അച്ഛനുമായിട്ട് യോജിക്കാൻ കഴിയില്ല. എ റോബോട്ട് വിൽ ബി ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. അപ്പോൾ റോബോട്ട് പ്രോഗ്രാം ചെയ്തല്ലേ വെക്കുന്നത്, അപ്പോൾ അത് കറക്റ്റായിട്ട് അത് പ്രോഗ്രാം ചെയ്ത് വെച്ചില്ല എങ്കിൽ അതൊരു വലിയ ശല്യമാണ് എന്നാണ് റിക്കി അഭിപ്രായപ്പെടുന്നത്. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട് ഹൈഡിങ് തിങ്സ്. അപ്പോൾ റിക്കിക്ക് എന്താ, റിക്കിക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഓരോ ദിവസം നഷ്ടപ്പെടുകയാണ്, ഒന്നും കാണുന്നില്ല റിക്കിയുടെ സാധനങ്ങൾ. അപ്പോൾ റിക്കി എന്ത് ചെയ്യാണ്, സ്ഥിരമായിട്ട് പാരൻസിനോട് പോയി കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്, ഈ റോബോട്ട് ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് ഒളിച്ചു വെക്കുന്നു എന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്നു. ദാറ്റ് ഔട്ട് വെയ്ഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹീ ഡിഡ്. ഔട്ട് വേ എന്ന് പറഞ്ഞാൽ എന്താണ്, കടത്തി വെട്ടുക. അപ്പോൾ ഈ റോബോട്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും ഇവൻ്റെ ഓരോ സാധനങ്ങൾ കളവ് പോകുന്നു, ഹൈഡ് ചെയ്ത് വെക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് ഇതെന്താണ്, റോബോട്ടിൻ്റെ ആ ഒരു പ്രവർത്തനത്തെ കടത്തി വെട്ടിയിരിക്കുകയാണ്. കാര്യം മോശം കാര്യം കൂടുതൽ ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലാണ് റിക്കി സംസാരിക്കുന്നത്. വൺ ഡേ ദ റോബോട്ട് ഹു വാസ് വെയറിങ് പാസ്റ്റ് ഹേർഡ് ദ ബോയ്സ് കംപ്ലയിൻസ്. അപ്പോൾ ഒരു ദിവസം റോബോട്ട് ഇങ്ങനെ ചെറിയ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടല്ലേ റോബോട്ട് പോകുന്നത്, ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ. അപ്പം അങ്ങനെ പോയപ്പോൾ ഈ കുട്ടിയുടെ കംപ്ലയിൻ്റ് അത് കേട്ടു. ദ റോബോട്ട് റിട്ടേൺഡ് വിത്ത് എ പെയർ ഓഫ് റിക്കി ഷൂസ് ആൻഡ് സം ഓഫ് ഹിസ് ക്ലോത്ത്സ്. അപ്പം റോബോട്ട് തിരികെ വന്നു, എന്താണ്, റിക്കിയുടെ ഒരു പെയർ ഷൂസും അതുപോലെ തന്നെ ക്ലോത്ത്സും, കുറച്ച് ക്ലോത്ത്സും എല്ലാം, തുണികളും എല്ലാം കൊണ്ടാണ് വന്നത്. ഹിയർസ് ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു, സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. അപ്പോൾ എന്നിട്ട് റോബോട്ട് പറയാണ്, ഹിയർ സർ ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു. താങ്കളെ ഇത് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നു, താങ്കൾക്കിത് വിഷമമാകുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് റോബോട്ട് അതിൻ്റെ മെറ്റൽ കൊണ്ടുള്ള സൗണ്ടല്ലേ, ആ ഒരു സൗണ്ടിൽ അത് പറഞ്ഞു. ഹൗ കുഡ് ഇറ്റ് നോട്ട് യു തീഫ്. അപ്പോൾ യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. അപ്പോൾ നിനക്ക് വിഷമം ഉണ്ടാകാതിരിക്കുന്നത് എങ്ങനെയാണ്, കള്ള, തീഫ് എന്ന് വെച്ചാൽ കള്ള, നീ എൻ്റെ ഓരോ സാധനങ്ങളും ഇങ്ങനെ അടിച്ച് മാറ്റുകയല്ലേ എന്നിങ്ങനെ റിക്കി റോബോട്ടിനോട് ചോദിച്ചു. ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈങ് സ്കാറ്റേഡ് ഓൺ ദി ഫ്ലോർ. അപ്പോൾ റോബോട്ട് എന്ത് പറഞ്ഞു, ഞാൻ താങ്കളുടെ സാധനങ്ങളെല്ലാം ഇങ്ങനെ റൂമിൽ അവിടെയായിട്ട് വിതറി കിടക്കുന്ന കണ്ടു. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. ഞാൻ വിചാരിച്ചു അതൊന്നും നിങ്ങൾക്ക് വേണ്ടാന്ന്. ഐ ആം പ്രോഗ്രാം ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യാനാണ് എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വെയർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. അപ്പോൾ രാത്രിയാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ കളക്ട് ചെയ്ത സാധനങ്ങളെല്ലാം ആവശ്യമില്ലാത്തതുകൊണ്ടല്ലേ തറയിലൊക്കെ കിടന്നത്, അപ്പോൾ അത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് ആവശ്യക്കാർക്ക് ഞാനത് കൊടുക്കും. അപ്പോൾ വസ്ത്രങ്ങളില്ലാത്ത ഒരുപാട് പേരുണ്ടല്ലേ, അപ്പം അങ്ങനെ ഈ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഞാനിത് കളക്ട് ചെയ്ത് വെച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. ഐ എം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ എന്ന് വെച്ചാൽ മാക്സിമം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു മെഷീനാണ് ഞാൻ. വെയർ യു അൺഅവെയർ ഓഫ് ഇറ്റ്. താങ്കൾക്കത് അറിയില്ലേ. ദ റോബോട്ട് സെഡ് വിത്ത് എ സർട്ടൻ പ്രൈഡ്. ഒരു ചെറിയ അഭിമാനത്തോടു കൂടി അത് റോബോട്ട് റിക്കിയോട് ചോദിച്ചു. റിക്കി വാസ് അഷെയിംഡ്. അപ്പോൾ റിക്കിക്കാണെങ്കിൽ ഭയങ്കര ഷെയിമായി പോയി. ഹീ ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വർ യൂസ്ലെസ്. അപ്പോൾ റിക്കി എങ്ങനെയായിരുന്നു, റിക്കി ആണെങ്കിൽ അവൻ്റെ ആ ഒരു ലൈഫ്, അവന് അറിവായപ്പോൾ തൊട്ട് അവൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും
ശ്രദ്ധിക്കാതെ അവിടെ ഇവിടെയും എടുത്തിടുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അല്ലേ. ഒന്നും കെയർ ചെയ്യത്തില്ല, അവൻ്റെ സാധനങ്ങളൊന്നും കെയർ ചെയ്യത്തിണ്ടായിരുന്നില്ല. ഹീ കെയർഡ് ഫോർ നത്തിങ്, ഒരു കാര്യവും അവൻ കെയർ ചെയ്യാറില്ല. ആൻഡ് ദർ വർ മെനി പീപ്പിൾ ഇൻ ദ വേൾഡ് ഹു വുഡ് ഹാവ് ബീൻ ഡിലൈറ്റഡ് ടു ഹാവ് റിക്കീസ് തിങ്സ്. അപ്പോൾ എന്താ, ഒന്നുമില്ലാത്ത ഒരുപാട് പാവങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഈ റിക്കി വേണ്ടാന്നും പറഞ്ഞ് എടുത്ത് കളയുന്ന സാധനം കിട്ടി അവർക്ക് വളരെ സന്തോഷമായിരിക്കും. അൺലൈക്ക് ഹിം ദേ വുഡ് ഹാവ് ടേക്കൺ ഗുഡ് കെയർ ഓഫ് ദം ടു. അപ്പോൾ എന്താ, റിക്കിക്ക് വേണ്ട, റിക്കിക്ക് എന്നും പലതും കിട്ടും, അപ്പോൾ റിക്കിക്ക് അതൊന്നും ആവശ്യമില്ല. അപ്പോൾ അതൊന്നും കിട്ടാത്ത കുട്ടികൾക്കാണെങ്കിൽ അതൊക്കെ അവർ നല്ല കെയർ ചെയ്യും, അവരെടുത്ത് സൂക്ഷിച്ച് വയ്ക്കും. ഹീ റിയലൈസ് ദാറ്റ് ദ റോബോട്ട് വാസ് നീദർ ബ്രോക്കൺ നോർ മിസ് പ്രോഗ്രാംഡ്. അപ്പോൾ റിക്കിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്താണ് ഈ റോബോട്ട് എന്താണ് ബ്രോക്കണോ, പൊട്ടിയതോ, മിസ് പ്രോഗ്രാം, അതായത് തെറ്റായി പ്രോഗ്രാം ചെയ്തതോ ഒന്നുമല്ല. റാദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. അപ്പം വളരെ നന്നായിട്ടാണ് ഈ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് റിക്കിക്ക് മനസ്സിലായി. സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അപ്പം ഈ റോബോട്ട് എങ്ങനെയാണ്, മാക്സിമം എഫിഷ്യൻസി മെഷീനാണ് അല്ലേ, മാക്സിമം ഉപയോഗം ഉള്ള ഒരു മെഷീനാണ്. അപ്പം അത് കണ്ടപ്പോൾ റിക്കിക്ക് മനസ്സിലായി, റിക്കിയും എന്താവണം, ഒരു മാക്സിമം ഉപയോഗമുള്ള കുട്ടിയായി മാറണം എന്ന് റിക്കിക്കും തോന്നി. അങ്ങനെ റിക്കി അങ്ങനെ ആയി. ഹീ പുട്ട്, അതായത് എന്താ, പരമാവധി കാര്യശേഷിയുള്ളൊരു കുട്ടി. ഹീ പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹീ ട്രീറ്റഡ് ഹിസ് തിങ്സ്. അപ്പോൾ എങ്ങനെയാണ് അവൻ്റെ തിങ്സ്, കാര്യങ്ങൾ, അവൻ്റെ സാധനങ്ങൾ വളരെ നന്നായിട്ട് റിയലായിട്ട് അവൻ കെയർ ചെയ്തു തുടങ്ങി. ഹീ കെപ്റ്റ് ദം ടൈഡി ആൻഡ് മെയ്ഡ് ഷുവർ ഹീ ഡിഡൻറ്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. എല്ലാം നല്ല വൃത്തിക്ക് അടുക്കി വെക്കാനും തുടങ്ങി. അതുപോലെ തന്നെ അവന് വേണ്ടാത്തത്, അതെന്ന് വെച്ചാൽ മോർ ദാൻ നെസസറി, ആവശ്യത്തിന് മാത്രം മതി, ആവശ്യത്തിലധികം ഒന്നും വേണ്ട എന്ന് അവൻ തീരുമാനിച്ചു. ആൻഡ് ഹീ ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക്. ടുക്ക് എ ലീഫ് എന്ന് വെച്ചാൽ എന്താണ്, റോബോട്ടിൻ്റെ നല്ലൊരു ക്വാളിറ്റി അവൻ സ്വീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹീ ടുക്ക് എ ലീഫ്, ലീഫ് എന്ന് വെച്ചാൽ ഇലയെന്നല്ല, നല്ലൊരു സ്വഭാവം അവൻ സ്വീകരിച്ചു എന്നാണ് ഇവിടുത്തെ അർത്ഥം വരുന്നത്. ആൻഡ് ഹീ ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക്. അപ്പോൾ റോബോട്ടിൻ്റെ ബുക്കിൽ നിന്നും അവനൊരു ലീഫ് സ്വീകരിച്ചു എന്ന് വെച്ചാൽ റോബോട്ടിൻ്റെ നല്ലൊരു ക്വാളിറ്റി അവൻ ഏറ്റെടുത്തു. വിത്ത് ഹിസ് പോക്കറ്റ് മണി ഹീ ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. അപ്പോൾ അവൻ്റെ പോക്കറ്റ് മണി ഉപയോഗിച്ച്, എന്തായിരുന്നു ആ ക്വാളിറ്റി, അവൻ്റെ പോക്കറ്റ് മണി ഉപയോഗിച്ച് അവൻ എന്ത് ചെയ്തു, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ആവശ്യക്കാരെ സഹായിക്കും. അതായിരുന്നു അവൻ്റെ ആ ഒരു ക്വാളിറ്റി, റോബോട്ടിൽ നിന്ന് അവൻ കണ്ടുപഠിച്ച ഒരു ക്വാളിറ്റി. അപ്പോൾ ഇതാണ് സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.